അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂലല്ലോ. ഈ മൂന്തി കറപ്പിച്ചോണ്ടല്ലാതെ ചിരിച്ചോണ്ട് നിങ്ങളോട് സംസാരിക്കല്ലോ. അത് വർത്താനം കേട്ടിട്ടുണ്ട് ആരാണ് ചിരിച്ചോണ്ട് സംസാരിക്കുക? ഗൈസ് നിങ്ങൾ പറയും ഇവളെ പിന്നെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് ആകെപ്പാട് 7 കിലോമീറ്റർ. നമ്മൾ പോളെ വീട്ടിൽ നിന്ന് പള്ളരച്ച് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പോ എന്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനും ഉണ്ട്. ഇവള് പറയുന്നത് ഇതിന്റെ അടിയിൽ പോണ വൈകുന്ന പുറത്തുനിന്ന് പറഞ്ഞെങ്കിൽ ചായ കുടിക്കണം എന്നാ പറയുന്നത്. ഇവിടെ ആലോചിക്കാറ് ഇങ്ങനെ വർത്താനം ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോ ആരും ചിരിക്കാം. പുറത്തൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ഒന്ന് ചായ ഒക്കെ ഒന്ന് കുടിക്കണം, അതൊക്കെ ഒരു സന്തോഷം. ഗൈസ് ഇത് അതൊന്നുമല്ല പ്രശ്നം. ഇത് ഇവളെ വീട്ടിൽ നിന്ന് അതായത് കൊണ്ടോട്ടിന്ന് കുന്നുംപുറത്തേക്ക് വരുമ്പോഴേ നമ്മളെ മുക്കൂട കയറ്റത്ത് ഈ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് കിടിലം ആംബിയൻസിൽ ചായ കുടിക്കാൻ പറ്റുന്ന ഒരു കഫേ ഉണ്ട്, ഫ്ലൈ കപ്പ് കഫേ. അതിന്റെ റീല് കണ്ടിക്കണ്. ആ റീല് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അവിടെ പോയിട്ട് ചായ കുടിക്കണം, അതിനാണ് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒത്തുമല്ല. ഞാൻ എന്നെ കൊണ്ടുപോയിക്കോളാം, എനിക്കത് മതിയാവട്ടെ. അല്ലെങ്കിലേ ഇന്ന് പേരിൽ ഒരു സുഖം പൊറുത്തി ഉണ്ടാവില്ല. വല്ലാത്ത ജാതി സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോയ വണ്ടി തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മളെ ഫ്ലൈ കപ്പിന്റെ മുന്നിലാണ്ട് ലാൻഡ് ചെയ്തിട്ട് അവിടുത്തെ വെറൈറ്റികളായിട്ടുള്ള കടിയും ചായയും അങ്ങോട്ട് വാങ്ങി കൊടുത്തിട്ട് നമ്മളെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈ കപ്പിൽ വന്നുകാണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ മറക്കണ്ട. നമ്മളെ മുക്കൂടെ ഹട്ട് രൂപത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടിലനായിട്ട്, അതായത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല കിടിക്കാച്ചി ആംബിയൻസിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഹോം മെയ്ഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്ന കടികളൊക്കെ വെച്ചിട്ട് കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും ഇനിയിപ്പോൾ നമ്മൾ ചെങ്ങൈമാരാണെങ്കിലും ഇരുന്ന് കുടിക്കാൻ പറ്റുന്ന കിഡിലെ സ്പോട്ടാട്ടോ. ചായയും കടി മാത്രമല്ല കേട്ടോ, എല്ലാവിധ ജ്യൂസുകളും അവിടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഐറ്റമാണ് ഈ കാണുന്നത്. മിലൂസ് കഴിക്കുന്ന ആ ഒരു ഐറ്റം, അതേപോലെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റം. അപ്പൊ ഇവിടെ വന്ന മസ്റ്റ് ട്രൈ ചെയ്യേണ്ട 2 സംഗതി ഉണ്ട് കേട്ടോ. ഒന്ന് ഈ ഫ്രൂട്ട്സ് കസ്റ്റാർഡ്, അതേപോലെ രണ്ടാമത് കണ്ണൂർ കോക്ടെയിൽ ഇവിടുത്തെ സ്പെഷ്യലാണ്. ചായയും കടികളും ഇഷ്ടംപോലെ ഉണ്ട്, അത് വേറെ. അതിന്റെ പുറമെ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ തുടിച്ച ഒരു വൈബിന് വേണ്ടിയിട്ട് രസമായിട്ട് നമ്മളെ ഈ ഫ്ലൈ കഫേയിലേക്ക് പോരിട്ടാ ഒരു ചായ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പോവാതെ വരെ പോലെ അല്ലേ? വൈബിൽ ഉഷാറല്ലേ? ആ കിട്ടിയുള്ള ആംബിയൻസ് ആണ്. ആയിക്കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങും, ഇവിടെ ചായ ജ്യൂസ് ഒക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നിൽക്കാം. നാട്ടിലൊക്കെ ഒന്ന് വന്ന് നോക്കിക്കോളി. അപ്പൊ ടാറ്റാ, ബൈ.